ഞങ്ങൾ എത്ര തവണ ഫോണിൽ ട്രൈ ചെയ്തു, ഇവിടെ ആരും എടുക്കുന്നില്ല. പി എസ് ആണ് ഞാൻ പറയാം. കൺഗ്രാജുലേഷൻ പി എസ്. വേണ്ട, എനിക്കിത് കുറെ കിട്ടിയതാ. പോലീസിന്റെ അടി കിട്ടിയപ്പോഴും നിരാഹാരം കിടന്നപ്പോഴും ഒക്കെ ഒരുപാട് കൺഗ്രാജുലേഷൻസ് കിട്ടിയതാ. അതെല്ലാം വളർച്ചയുടെ തുടക്കം മാത്രമായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ എന്റെ ഭാര്യയോടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പറഞ്ഞാൽ കേൾക്കാൻ അവൾ അടുത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ദയവായിട്ട് പോണം. ഇതുവരെ പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. കുറച്ചു നേരമെങ്കിലും ഒറ്റയ്ക്കിരിക്കാൻ എന്നെ അനുവദിക്കണം പ്ലീസ്. സോറി പി എസ്, സാധ്യമല്ല. ഇതുവരെ നിങ്ങൾ പാർട്ടിയുടെ മാത്രം ആളായിരുന്നു. ഇനി മുതൽ നിങ്ങൾ സംസ്ഥാനത്തിന്റെ സ്വത്താണ്. നടക്കട്ടെ, നടന്നു. നമ്മുടെ മന്ത്രി പി സുനീലകണ്ഠൻ രാജിവെച്ചു. ചാക്കോച്ചിന് സദാശിവനും മന്ത്രി കസേര കൂടി കൂട്ടാടി. പ്രസിഡന്റ് അന്തിമ തീരുമാനമെടുത്തു. യുവജനങ്ങളുടെ ഹരമായ പി സുകുമാരനാണ് നമ്മുടെ പാർട്ടിയുടെ പുതിയ മന്ത്രി. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരാധനായ ബഹുമാനപ്പെട്ട മന്ത്രി സുകുമാരൻ സിന്ദാബാദ്. പേപ്പർ മന്ത്രി നീലകണ്ഠൻ രാജിവെച്ചു. പി സുകുമാരൻ പുതിയ മന്ത്രി. മാതൃഭൂമി, മനോരമ, കേരള കൗമുദി. ചിങ്ങവനത്ത് നാടക നടിയെ പട്ടാപകൽ കുത്തിക്കൊന്നു. മന്ത്രി നീലകണ്ഠൻ രാജിവെച്ചു. പി സുകുമാരൻ പുതിയ മന്ത്രി. ശ്രീ സുകുമാരൻ ഇന്ന് രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ശ്രീ സുകുമാരൻ ട്രേഡ് യൂണിയൻ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ശ്രീ നീലകണ്ഠന്റെ രാജിയെ തുടർന്ന് ഇയാൾ എന്തോന്ന് മന്ത്രിയാണോ നീ പറഞ്ഞോണ്ട് വരുന്നത്? കൂട്ടുകക്ഷി മന്ത്രിസഭയാ, ഏത് നേരവും പൊട്ടിത്തെറിക്കാം. ഇന്നലെ നീലാണ്ട ഇരുന്നിടത്താ ഇന്ന് ഇയാൾ ഇരിക്കാൻ പോകുന്നത്. നാളെ ഇയാൾ ഇരിക്കുന്നിടത്തൊരു കോവാലം വന്നിരിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. ആ ഒരൊറ്റ സമാധാനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ അമ്മ ഇന്ന് രാവിലെ പറയണത് കേട്ടു, പെണ്ണിന്റെ ഭാഗ്യം എങ്ങനാ വരുന്നെന്ന് പറയാൻ പറ്റില്ലെന്ന്. കാര്യം സ്കൂൾ മുതൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചവരാ. പക്ഷെ ഇനി വരുമ്പോ വത്സല ഉണ്ടോന്ന് ചോദിക്കണോ അതോ മന്ത്രി പത്നി ഉണ്ടോന്ന് ചോദിക്കണോ? നമുക്ക് അകത്തിരിക്കാം. വേണ്ട, ഓഫീസിൽ പോകാൻ സമയം, ഇനി ഒരിക്കൽ വരാം. അതെടുത്ത് കിഴക്കോട്ട് ഇറങ്ങടാ. ഉണ്ണിയങ്കള അച്ഛനല്ലേ? അച്ഛനാ ഉണ്ണിയങ്കളാ. കാശ് തരാനുള്ള കാര്യത്തിനായിരിക്കും. ഹലോ, പത്രം കണ്ടു, മരുമോ തകർത്തിരിക്കുകയാണല്ലോ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ മിടുക്കനായി ഓരോന്ന്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഇപ്പൊ അച്ഛനെന്തിനാ താങ്ക് യു പറഞ്ഞേ? എടാ, അതിപ്പോ അയാൾ മന്ത്രി ആയതിനല്ല എനിക്ക് വിഷമം. എവിടെ വെച്ചെങ്കിലും ആ തള്ളയെ കണ്ടാല് അവരുടെ പോസ് ഞാൻ എങ്ങനെ സഹിക്കും? എങ്ങോട്ട് പോവാ? അവിടെ നിന്നാ മതി. സ്നേഹം കൊണ്ടാ. അമ്മയ്ക്ക് സന്തോഷമായി മോനെ. അച്ഛന് കിട്ടേണ്ടത് നിനക്ക് കിട്ടിയെന്ന് കരുതിയാ മതി. മക്കളിങ്ങി വാ, അമ്മ ചോദിക്കട്ടെ. നിനക്ക് ഭരിക്കാൻ അറിയാമോടാ മോനെ? അമ്മ അതിന് മന്ത്രിയല്ലല്ലോ ഭരിക്കുന്നത്, കൂടെ ആളുകൾ ഒരുപാടില്ലേ. ഒരു വീട് പോലും ശരിക്ക് ഭരിക്കാൻ നിനക്ക് അറിഞ്ഞൂടാ. അതിരിക്കട്ടെ, അവളെവിടെ? വത്സല പോയി. പോയോ? ഈ നല്ല സമയത്ത് അവൾ എവിടെ പോയി? എന്തിനു പോയി? എനിക്ക് വീട് ഭരിക്കാൻ അറിയാത്തോണ്ട്. നീ ചുമ്മാ അതും ഇതും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ ഉള്ള കാര്യം പറ. ഏതായാലും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യേണ്ട മന്ത്രി തന്നെയാ. നമ്മുടെ മൂന്നുപേരുടെയും കാര്യം ഉറപ്പാ. അതിന് ഇനി ആരും പാര വയ്ക്കാതിരുന്നാ മതി. പിന്നെ നമ്മുടെ മൂന്നുപേരുടെയും ഡ്യൂട്ടി എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പരസ്പരം ഒരു ധാരണ വേണം. അത് വേണം. ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പ്രയാസമാണ്. സമയാസമയങ്ങളിൽ ഇത്തിരി ഭക്ഷണം കിട്ടണം. മന്ത്രിമന്ദിരത്തിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാനേറ്റ്. ആയിക്കോട്ടെ, എന്നാ മന്ത്രിയുടെ കൂടെ ടൂറിന് ഞാൻ പൊക്കോളാം. അത് വേണ്ട, ഞാൻ പൊക്കോളാം. നീ പോയാൽ ശരിയാവില്ല. ഈ മന്ത്രിക്ക് ഒരു മൂഡ് കൊടുക്കണം. പിന്നെ മന്ത്രിയുടെ കോണ്ടാക്ട്സ് ഒന്ന് വർദ്ധിപ്പിക്കണം. അതിന് നിന്നെ കൊണ്ടൊക്കില്ല, എന്നെ കൊണ്ടേ പറ്റൂ. പിന്നെ നീ ഒരു ചൂടനാ, ഇവനാണെങ്കിൽ ഗ്യാസിന്റെ ഉപദ്രവവും. ഗ്യാസ് ഇപ്പൊ എനിക്ക് ഇടയ്ക്കൊക്കെ പോരെ? അപ്പൊ എന്റെ ജോലി എന്താ? നിനക്ക് റിസപ്ഷൻ. വരുന്ന സന്ദർശകരെ ആളും തരവും നോക്കി വിരട്ടി ഓടിക്കുക. മതി, ധാരാളം മതി. കുറെ എണ്ണത്തിന്റെ അടുത്ത് എനിക്ക് കണക്ക് തീർക്കാനുണ്ട്. പി എസിനെ കാണുന്നില്ലല്ലോ.
നിന്റെ മനസ്സിപ്പോ ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല. അവളിങ്ങി വന്നോളും. അമ്മയ്ക്ക് അവിടെ ഒന്ന് താമസിച്ചൂടെ? ആ, അതിനൊന്നും അമ്മയെ കിട്ടത്തില്ല മോനെ. ഭരണം വേറെ, കുടുംബം വേറെ. ഇതാ നിന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരുത്തൻ അങ്ങോട്ട് മന്ത്രിയാകുമ്പോഴത്തേക്കും ഇവിടെ ഉള്ള ഓരോ അവളുമാരുടെ കൂട്ട് മന്ത്രിമന്ദിരത്തിൽ കെട്ടിക്കേറി കിടന്ന് സർക്കാരിനെ മുടിപ്പിക്കാനൊന്നും അമ്മയെ കിട്ടത്തില്ല. എന്റെ മോൻ ധീരതയോട് ഭരിച്ചു. അങ്ങനെ ധീരതയോടെ ഭരിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. ആ മന്ത്രി കസേരയിൽ ഇരുന്നവരൊന്നും അധികകാലം ഇരുന്നിട്ടില്ല. എന്തിന് മന്ത്രിയായില്ല? അതിന് മുമ്പ് PS ന്റെ കഷ്ടകാലം തുടങ്ങി. എന്ത് കഷ്ടകാലം? നീ എന്തൊരു പത്രക്കാരനാടാ. ആ PS ന്റെ കുടുംബം തൊലഞ്ഞ് എപ്പോ? അയാളുടെ ഭാര്യ പിണങ്ങി പോയി. നീ വേണമെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോയി നോക്ക്. അവര് വരില്ല. ഫ്ലാഷ് ചെയ്യടാ പൂളെ. ഇത് വെച്ച് നീ ഒരു പീസ് ഇട്. സാറിന്റെ ഭാര്യ വന്നില്ല? ഭാര്യയല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാരണം വല്ലതും? തനിക്കല്ല വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ഞാനാണെങ്കിൽ എന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് മിസ്റ്റർ സുകുമാരൻ. ഭരണകാര്യങ്ങൾ അത്യാവശ്യത്തിന് അല്പ യൗവനം എനിക്ക് കടമായിട്ട് തരണം കേട്ടോ. I, P. Sukumaran, P. Sukumaran, do swear in the name of God do swear in the name of God that I will bear true faith and allegiance that I will bear true faith and allegiance to the Constitution of India to the Constitution of India and by law established, and by law established, that I will uphold the sovereignty and integrity of India, that I will uphold the sovereignty and integrity of India, that I will faithfully and consciously discharge my duties as a minister that I will faithfully and conscientiously discharge my duties as a minister for the state of Kerala, for the state of Kerala, and that I will do right to all manner of people and that I will do right to all manner of people in accordance with the Constitution and the law, in accordance with the Constitution and the law, without fear or favor, without fear or favor, affection or ill will. affection or ill will. എരപ്പാളിയായ എന്റെ മരുമകനെ പറ്റി എനിക്കെന്താ പറയാനുള്ളതെന്ന് ആർക്കും അറിയണ്ടേ? ചിലതൊക്കെ ഞാനും അറിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരം നിന്ന് കഷ്ടപ്പെട്ട് ഇവിടം വരെ വരുമോ? ഞാൻ പറഞ്ഞാ മതിയോ? സാറ് പറഞ്ഞാലും മതി. പക്ഷെ സാറ് പറയുന്നതിനേക്കാൾ അവര് പറയുന്ന കേൾക്കാനാ നാട്ടുകാർക്ക് കൂടുതൽ താല്പര്യം. എന്നാ ഭാര്യ പറയുന്നതായിട്ട് തന്നെ എഴുതിക്കോടോ. അവൾ എന്റെ മോളാ. എന്നാ പറഞ്ഞാട്ടെ. എരപ്പാളിയാണവൻ, ചെറ്റയാണവൻ, അഹങ്കാരിയാണവൻ, സ്വന്തം ഭാര്യയുടെ ചെലവിൽ ജീവിച്ചവനാണവൻ, എന്റെ കൊലവളയ്ക്ക് കുത്തിപ്പിടിച്ചവനാണവൻ, മന്ത്രിയായപ്പം ഭാര്യ അടിച്ച് വെളിയിലിറക്കിയവനാണവൻ. ബഹുമാനപ്പെട്ട മന്ത്രി, സ്വാഗതം. എന്താ PS മന്ത്രിമന്ദിരത്തിലേക്കുള്ള വഴി എനിക്കറിയില്ല എന്ന് വിചാരിച്ചോ? അതോ എന്നെ ഇവിടെ ആരും കടത്തിവിടില്ല എന്ന് കരുതിയോ? സുഖേട്ടന് ഞാനില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റുമോ? ഗൺമാനാണ്. അന്ന് സർക്കാർ അടിക്കാൻ പറഞ്ഞു, ഞാൻ അടിച്ചു. ഇന്ന് സർക്കാർ നോക്കാൻ പറയുന്നു, ഞാൻ നോക്കുന്നു. എന്നോടൊന്നും തോന്നരുത്. ഗുഡ് ഈവനിങ് സർ.
മാത്യൂസൺ. സാറിന്റെ പി എ കുരുടാമണിൽ ശശി, സാറിന്റെ അഡീഷണൽ പി എ ശീലൻ ചാഴിപ്പറമ്പി, സാറിന്റെ ഗൺമാൻ ശേഖരൻ, സാറിന്റെ കുക്ക് ശങ്കരനാരായണൻ തമ്പി. അതെ, ഞാൻ ശങ്കരനാരായണൻ തമ്പി. ഞാനൊരു മന്ത്രിയെ കാണുന്നത് ഒരമ്മ കുഞ്ഞിനെ കാണുന്ന പോലെയാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിയാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വരുന്നത്. അവർക്ക് ആവശ്യം എന്താ? നല്ല ഭക്ഷണം, നല്ല മെയിൻ്റനൻസ്. നമ്മുടെ സർക്കാർ മന്ത്രിവന്ദനങ്ങൾ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്. പക്ഷെ മന്ത്രിമാരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരാണ്. എന്ത് വേണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി.